എം.ആർ. അജിത് കുമാറിൻ്റെ വഴി പൂർണ്ണമായും അടയുകയാണ്. ADGP എം.ആർ. അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവി അഥവാ DGP ആയി വരുമെന്ന് അദ്ദേഹം കരുതുന്നത് കാലം കുറേയായി. പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിലവിൽ വലിയ അനിശ്ചിതത്വങ്ങളും തടസ്സങ്ങളും കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. കഷ്ടിച്ചൊരാഴ്ചയ്ക്കുള്ളിൽ ഇതിൽ തീരുമാനമാകണമെന്നിരിക്കെ അദ്ദേഹത്തിന് DGP പദവിയിലേക്ക് എത്താൻ തടസ്സം നിൽക്കുന്ന പ്രധാന ചില ഘടകങ്ങളുണ്ട്. അതായത് ഒരു സംസ്ഥാനത്ത് പോലീസ് മേധാവിയെ അവിടുത്തെ തദ്ദേശീയമായി നിയമിക്കാനാകില്ല എന്ന് നമുക്കറിയാം. യോഗ്യരായ മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ ഒരു പട്ടിക സംസ്ഥാന സർക്കാർ ചേർന്ന് കേന്ദ്ര പബ്ലിക് സർവീസ് കമ്മീഷന് അയക്കണം. അങ്ങനെ UPSC 3 പേരുടെ പാനൽ ശുപാർശ ചെയ്യും. അതിൽ നിന്നാണ് സർക്കാരിന് ഒരു DGPയെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത്. എന്നാൽ അജിത് കുമാറിനേക്കാൾ സീനിയറായ മറ്റ് പല പ്രമുഖ ഉദ്യോഗസ്ഥരും പട്ടികയിലുണ്ടെങ്കിലും സർക്കാരിന് DGP പട്ടികയിൽ വന്നാൽ അതിലൊരാളെ തിരഞ്ഞെടുക്കാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ വരാനിരിക്കുന്ന ജയിൽ DGP ഒഴിവിലേക്ക് അദ്ദേഹത്തിന് പോകാമായിരുന്നു എന്നാണ് അറിയുന്നത്. പക്ഷേ അജിത് കുമാർ ചെയ്തു കൂട്ടിയ തോന്നിയാസങ്ങൾ, ഒരു പോലീസുകാരൻ എന്നുള്ള നിലയിൽ ചെയ്യാൻ പാടില്ലാത്ത കുറ്റകൃത്യങ്ങൾ, അതെല്ലാം അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ തിരിഞ്ഞുകൊത്തുകയാണ്. DGP പദവിയിലേക്ക് പരിഗണിക്കുന്നതിന് ഉദ്യോഗസ്ഥൻ്റെ സർവീസ് റെക്കോർഡ് നോക്കും. അതിൽ ക്ലീൻ ആയിരിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. എന്നാൽ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് നിലവിൽ നിരവധി വിവാദങ്ങളും അന്വേഷണങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ പ്രധാനം ആലപ്പുഴയിലെ കേസ് അട്ടിമറിച്ച സംഭവം തന്നെയാണ്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കേസ് ഡയറി തിരുത്താൻ ശ്രമിച്ചു എന്നൊരു ആരോപണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകളെല്ലാം ADGP അജിത് കുമാറിനെതിരാണ്. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസുകാരെ മൃഗീയമായി തല്ലിച്ചതച്ച് ആ കേസ് തന്നെ ഇല്ലാതാക്കി മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ ഗൺമാന്മാരെ രക്ഷിച്ചെടുക്കാമെന്ന് കരുതിയ ADGP അജിത് കുമാർ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ചെയ്യാൻ പാടില്ലാത്ത തരത്തിൽ കേസ് ഡയറി തന്നെ തിരുത്തിക്കുകയാണ് ചെയ്തത്. അത് ഒരു പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തെറ്റായി കണ്ടെത്തുകയാണ് SIT. അതിൽ അദ്ദേഹം ശിക്ഷ വാങ്ങിക്കും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഒരു ശിക്ഷ വാങ്ങിക്കേണ്ടുന്ന ഒരാൾ DGPയുടെ പട്ടികയിലേക്ക് കടന്നു വരാൻ പാടില്ല എന്ന് കേരളത്തിൻ്റെ സർക്കാർ തീരുമാനിച്ച മട്ടാണ്. അതിന് എല്ലാ തെളിവുകളുമായി SITയുടെ അന്വേഷണ റിപ്പോർട്ടും കയ്യിലുണ്ട് എന്നുള്ളത് ADGPയുടെ എല്ലാ വഴികളും അടയുന്നു എന്നുള്ളത് ഉറപ്പിക്കാം. മറ്റൊന്ന് തൃശ്ശൂർ പൂരം കലക്കൽ വിവാദമാണ്. നമുക്കറിയാം, തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ഉയർന്ന അന്വേഷണങ്ങൾ, അതുപോലെ BJPയുടെ ഏജൻ്റായി പ്രവർത്തിച്ചു എന്നുള്ള വാദങ്ങൾ, ഇതിനെല്ലാം എതിരെ അന്ന് കേരളം ഭരിച്ചിരുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPIയിൽ നിന്നും ഉയർന്നു വന്ന ഏറ്റവും വലിയ എതിർപ്പുകൾ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ADGPക്ക് അവിടെയും തടസ്സങ്ങൾ നിൽക്കുകയാണ്. അതുകൂടാതെ വിജിലൻസ്, ഇൻ്റലിജൻസ് അന്വേഷണങ്ങളും അദ്ദേഹത്തിനെതിരെ നടക്കുന്നു. സഹപ്രവർത്തകരായ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരുമായും ജനപ്രതിനിധികളുമായും ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതുപോലെ ശബരിമലയിലേക്ക് നടത്തിയൊരു ട്രാക്ടർ യാത്രയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കളങ്കം ചാർത്തിയതാണ്. ഇത്തരം വിജിലൻസ് അന്വേഷണങ്ങളോ വകുപ്പ് തല അന്വേഷണങ്ങളോ പെൻഡിങ്ങിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ പേര് UPSC പാനലിൽ ഉൾപ്പെടാനോ ക്ലിയറൻസ് ലഭിക്കാനോ വലിയ തടസ്സങ്ങളുണ്ട് എന്നിരിക്കെ ADGP അജിത് കുമാറിന് DGP ആകാനുള്ള സാധ്യതകളെല്ലാം അടയുകയാണ്. അതിനെല്ലാം അപ്പുറം രാഷ്ട്രീയവും ഭരണപരവുമായ തീരുമാനങ്ങൾ നേരത്തെ സർക്കാരിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ സംസ്ഥാന പോലീസ് മേധാവിയാക്കുന്നത് കേരളത്തിലെ സർക്കാരിന് രാഷ്ട്രീയ തിരിച്ചടിയും സമ്മർദ്ദവും ഉണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാണ്. നിലവിലെ ഗുരുതരമായ ആരോപണങ്ങളും IPS തലത്തിലെ സീനിയോറിറ്റി ക്രമങ്ങളും നിയമപരമായ നിലനിൽക്കുന്നിടത്തോളം കാലം എം.ആർ. അജിത് കുമാറിന് DGP പദവിയിലേക്ക് എത്തുക എന്നത് വളരെ പ്രയാസകരമാണ് എന്നുറപ്പാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആലപ്പുഴ കേസിൽ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ച വ്യക്തമായൊരു കണ്ടെത്തൽ നടത്തി SIT തലവൻ ഷൗക്കത്ത് അലി IPS അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ പൂട്ടിയിരിക്കുകയാണ്. ഇനി ഒരു പക്ഷേ കേരളത്തിൻ്റെ സർക്കാർ വിചാരിച്ചാൽ പോലും അജിത് കുമാറിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. ജനങ്ങൾ ഇളകും, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ആഞ്ഞടിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു.